ഹായ്, നമുക്കറിയാം അയർലൻഡിൽ പെട്രോൾ പമ്പിലേക്ക് ആൾക്കാരെല്ലാം പെട്രോൾ അടിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പല പെട്രോൾ പമ്പിലും പെട്രോളും ഡീസലും തീർന്നിരിക്കുകയാണ്. അപ്പം ന്യൂസ് മൊത്തം ഇങ്ങനെ സ്പ്രെഡായി പെട്രോൾ ഡീസൽ ലഭിക്കത്തില്ലെന്ന്. അതുകൊണ്ടാണ് ആൾക്കാരെല്ലാം തിരക്ക് കൂട്ടുന്നത്. അതിന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2, 3 ദിവസമായിട്ട് അയർലൻഡിൽ ഫാമേഴ്സ്, അതുപോലെ ഹെവി ഡ്രൈവേഴ്സ്, കൊറിയർ ഡ്രൈവേഴ്സ് അതുപോലെയുള്ള ആൾക്കാരെല്ലാം കൂടി സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടി പെട്രോൾ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കറിയാം അയർലൻഡിൽ ഓൾറെഡി തന്നെ നല്ല രീതിയിലുള്ള പ്രൈസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അവർ കൂട്ടി. അപ്പോൾ അത് നല്ല രീതിയിൽ ഈ ഫാമേഴ്സിനെയും ട്രക്ക് ഡ്രൈവേഴ്സ് കമ്പനി അവരെയൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആ, നല്ല രീതിയിലുള്ള സമരത്തിലാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള റോഡുകൾ M50 പോർട്ടിൽ നിന്ന് വരുന്ന റോഡുകൾ, അതുകൂടാതെ അയർലൻഡിൽ റിഫൈനറി ഉണ്ട് അവിടെ നിന്നുള്ള റോഡുകൾ, അങ്ങനെ എല്ലാ രീതിയിലും ഒരു രീതിയിലും പമ്പുകളിലേക്ക് എണ്ണ എത്താതിരിക്കാൻ വേണ്ടി അവർ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ഗവൺമെൻറ് അതിന് അനുകൂലമായിട്ടൊരു നിലപാട് അല്ലെങ്കിൽ പെട്രോൾ ഡീസൽ വേറെ കുറയ്ക്കാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് അവർ ചെയ്യുന്നത് വെച്ചാൽ ഗാർഡ അല്ലെങ്കിൽ ഡിഫൻസ് ഫോഴ്സ് വരെ ഉപയോഗിച്ചിട്ട് അവരതിനെ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവർ ചെയ്യുന്നത് നിങ്ങൾക്ക് സമരം ചെയ്യാം, പക്ഷേ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് ഇല്ലീഗലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകും നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.